നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. പെൻഷൻ പ്രായം ഉയർത്താമെന്ന ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശ തള്ളി. സർക്കാർ ജീവനക്കാരുടെ സർവീസ് സംബന്ധിച്ച നടപടികൾ ഏകീകരിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കാനും തീരുമാനമായി. നാലാം ഭരണപരിഷ്കാര കമ്മീഷൻ പെൻഷൻ പ്രായം 60 നിർദ്ദേശിച്ചിരുന്നു. കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സമിതിയും പെൻഷൻ പ്രായം 60 ശുപാർശ ചെയ്തു. എന്നാൽ ഈ ശുപാർശ മന്ത്രിസഭാ യോഗം തള്ളി. സമിതിയുടെ മറ്റ് ശുപാർശകൾ അംഗീകരിക്കുകയും ചെയ്തു. സർക്കാർ ജീവനക്കാരുടെ ചട്ടങ്ങൾ സംയോജിപ്പിച്ച് കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും. ഇതിനായി ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനെ ചുമതലപ്പെടുത്തി. നിയമനാധികാരികൾ എല്ലാ വർഷവും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവുകൾ റദ്ദു ചെയ്യാനോ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെന്റ് നിയമനം നടത്താനോ പാടില്ലെന്നും മന്ത്രിസഭാ യോഗം നിർദ്ദേശിച്ചു. മുനമ്പം വിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്താൻ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനോട് 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ടും സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ ഏർപ്പെടാൻ മന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതി കാലയളവ് 5 വർഷം കൂടി നീട്ടി നൽകും. പദ്ധതിക്ക് കാലതാമസം വന്നതിനാൽ പിഴയായി നിശ്ചയിച്ച 219 കോടി രൂപയിൽ 43 കോടി 80 ലക്ഷം രൂപ ഇപ്പോൾ പിഴയായി ഈടാക്കും. ബാക്കി തുക 2028 വരെ തടഞ്ഞുവെക്കും. 2028 പദ്ധതി പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ തടഞ്ഞുവെച്ച തുക സർക്കാർ ഈടാക്കും. തൃശൂർ നാട്ടികയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതരെ കണ്ടെത്തി ധനസഹായം നൽകും. PSC അംഗമായി ഇർഷ T ഗോപാലിനെ നിയമിക്കാൻ ഗവർണർക്ക് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്തു. 24 തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റി സർക്കാർ ജീവനക്കാർ, കോളേജ് സ്കൂൾ അധ്യാപകരും ഗസ്റ്റഡ് ഓഫീസേഴ്സും ഉൾപ്പെടെ 1458 ജീവനക്കാർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. തുക പലിശ സഹിതം തിരിച്ചുപിടിക്കുമെന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിന് തടയിടാനായിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ഇൻഫർമേഷൻ കേരള മിഷനെ ചുമതലപ്പെടുത്തിയത്. പ്രാഥമിക റിപ്പോർട്ട് തന്നെ ഞെട്ടിക്കുന്നത്. സർക്കാർ ജീവനക്കാരായി തുടരുന്ന 1458 പേർ ശമ്പളത്തിനോടൊപ്പം 1600 രൂപ ക്ഷേമ പെൻഷനും കൈപ്പറ്റുന്നു. ഇതിൽ 2 കോളേജ് അധ്യാപകരും 3 ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടും. അനധികൃതമായി കൈപ്പറ്റിയ തുക പലിശ സഹിതം തിരികെ പിടിക്കും. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്കും ശുപാർശ ചെയ്യുമെന്ന് ധനവകുപ്പ്. പ്രാഥമികമായ ഒരു അന്വേഷണത്തിനകത്ത് 1400ഓളം വരുന്ന സർക്കാർ ശമ്പളം വാങ്ങുന്ന വിവിധ ജീവനക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നതായിട്ട് കണ്ടെത്തിയ ഒരു ഫയൽ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം വകുപ്പുകൾക്ക് നൽകിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വരുന്നതിൽ കൂടുതൽ പേരും ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. 373 പേർ. മറ്റു വകുപ്പുകളും പിന്നിലല്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പ് 224 പേർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് 124 പേർ, ആയുർവേദ വകുപ്പ് 114 പേർ, മൃഗസംരക്ഷണ വകുപ്പ് 74 പേർ, പൊതുമരാമത്ത് വകുപ്പ് 47 പേർ. ഇങ്ങനെ നീളുന്നു പട്ടിക. 10 പോലീസ് ഉദ്യോഗസ്ഥരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. തുക തിരികെ പിടിക്കുന്നതിൽ പലിശ നിരക്ക് എത്രയെന്ന് പിന്നീട് തീരുമാനിക്കും. വകുപ്പ് തല നടപടിക്ക് പുറമെ നിയമ നടപടി വേണമോ എന്നതും സർക്കാർ തീരുമാനിക്കും. ഈ പട്ടിക ഇവിടെ ഒതുങ്ങില്ല. പരിശോധന തുടരാനാണ് ധനവകുപ്പിന്റെ തീരുമാനം. അത് പെൻഷനായവർക്കിടയിലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കിടയിലും താൽക്കാലിക ജീവനക്കാർക്കിടയിലുമെല്ലാം ഈ പരിശോധന തുടരും. കർശന നടപടികളും ഉണ്ടാകും. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ വിനോദയാത്രയ്ക്ക് എത്തിയ സംഘത്തിലെ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ എന്നുള്ള പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട്. കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് S ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചിയിൽ നിന്ന്. 24 വാർത്താ പരമ്പരയിലേക്കാണ്. നിഗൂഢതകളുടെ തിരുട്ട് ഗ്രാമം. കുപ്രസിദ്ധി കൊണ്ട് രാജ്യത്ത് തന്നെ പേരെടുത്ത തസ്കര സംഘമാണ് തമിഴ്നാട്ടിലെ റാംജി നഗർ ഗ്യാങ്. അതീവ സുരക്ഷ മറികടന്ന് ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഗ്രീൻ കാർഡ് അടിച്ചുമാറ്റിയാണ് റാംജി നഗർ ഗ്യാങ് രാജ്യത്ത് കുപ്രസിദ്ധി നേടിയത്. ആ മോഷണം ഇന്ത്യയിലുണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കം ചെറുതല്ല. ആ റാംജി നഗർ ഗ്യാങ്ങിന്റെ മിൽ കോളനിയിൽ 24 സംഘം നടത്തിയ യാത്രയിലേക്ക്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കുറുവാ സംഘത്തിന്റെ ഭീതി നിലനിൽക്കുമ്പോൾ കേരള പോലീസ് കുറുവാ സംഘത്തിന്റെ ഒളിസങ്കേതമെന്ന് കരുതുന്ന ട്രിച്ചിയിലെ റാംജി നഗർ കോളനിയിലേക്കാണ്
24 സംഘത്തിന്റെ യാത്ര. കേരള പോലീസും തമിഴ്നാട് പോലീസും യൂണിഫോം ഇട്ട് അകത്തേക്ക് കയറാൻ പേടിക്കുന്ന റാംജി നഗർ കോളനി. അവിടെ ചില കാഴ്ചകൾ കാണാനുണ്ട്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തസ്കര സംഘങ്ങൾ കേരളത്തിന്റെ ഉറക്കം കെടുത്തുകയാണ്. അതിൽ പ്രധാനികളാണ് റാംജി നഗർ ഗ്യാങ്. തൃച്ചി റാംജി നഗർ മിൽ കോളനിയിലെ തസ്കര സംഘം. പാൻ ഇന്ത്യൻ മോഷ്ടാക്കൾ ഗ്രാമത്തിലെത്തി മോഷണം മുതൽ തിരിച്ചുപിടിക്കാൻ പോലീസ് കുറച്ചു വിയർക്കും. അത്രയും ശക്തമാണ് റാംജി നഗറിലെ നിരീക്ഷണം. പോലീസുകാർ തന്നെ ഇത് സമ്മതിക്കുന്നു. അങ്ങോട്ടേക്കാണ് 24 സംഘം എത്തിയത്. പരിചയമില്ലാത്ത 2 പേർക്ക് കോളനിയിൽ എന്ത് കാര്യമെന്ന് ചോദ്യം. പിന്നാലെ ആളുകൂടി. ഒടുവിൽ കോളനിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും അടുത്ത ദിവസം പുലർച്ചെ 5 മണിക്ക് വീണ്ടും കോളനിയിലെത്തി. സാധാരണ ഗല്ലികളിൽ കാണുന്ന കാഴ്ചകളല്ല കണ്ടത്. ആഡംബരത്തിന്റെ പര്യായമായ ഒരു തിരുട്ടു ഗ്രാമം. കേരളത്തിൽ കുണ്ടിലും കുഴിയിലും ഒളിച്ചിരുന്ന് മോഷണം നടത്തുന്ന തിരുട്ടു ഗ്രാമത്തിലെ അംഗങ്ങൾ തമിഴ്നാട്ടിൽ നയിക്കുന്നത് രാജകീയ ജീവിതം. ഞങ്ങൾക്ക് പുറകിൽ കാണുന്ന ഈ ആഡംബര വീടുകളിലാണ് മോഷണമുതലുകൾ വിറ്റുകിട്ടിയ പണം കൊണ്ട് ആഡംബര ജീവിതം ഈ കള്ളന്മാർ നയിക്കുന്നത്. അംബാനിയുടെ മകന്റെ വിവാഹവേദിയിൽ നിന്ന് ലാപ്ടോപ്പ്, സാക്ഷാൽ ബിൽഗേറ്റ്സിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സ്യൂട്ട് കേസ്, കാസർഗോഡ് നിന്ന് 50 ലക്ഷം രൂപ. അങ്ങനെ രാജ്യവ്യാപകമായി നടത്തിയ മോഷണ മുതൽ കൊണ്ടാണ് ഈ വീടുകൾ കെട്ടിപ്പൊക്കിയത്. AC-യും കാറും സ്വർണവുമെല്ലാം ഇവിടെ ഭദ്രമായുണ്ട്. അറുന്നൂറ് കുടുംബങ്ങളാണ് തൃച്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുന്നത്. 50-ലധികം മോഷ്ടാക്കൾ ഇതിലുണ്ടെന്ന് പോലീസ് തന്നെ പറയുന്നു. ബാക്കിയുള്ളവർ മറ്റു ജോലികളിലേക്ക് മാറി. നാട്ടിലെ പറ്റി ഇപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നാട്ടിലെ പറ്റി. പക്ഷേ അതും അപ്പോഴും അത് സത്യം പറഞ്ഞാൽ ഇവർ കുറുവാ സംഘമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഈ തൃശ്ശിയുള്ള തിരുട്ട് ഗ്രാമത്തിലുള്ളവർ ഈ കുറുവാ സംഘമാണെന്ന് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് അറിയുന്നത്. ഈ പേര് ഇവിടെ ഇങ്ങനെ ടീംസ് ഉണ്ടെന്നറിയാം. സ്വന്തം നാട്ടിൽ നിന്ന് ഇവർ ഒരിക്കലും മോഷ്ടിക്കാറില്ല. അതുകൊണ്ട് തന്നെ അടുത്തുള്ള റാംജി നഗർ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ കേസുകളുമില്ല. പക്ഷേ മുംബൈ, കർണാടക, കേരള പോലീസുകൾ എല്ലാ മാസവും ഇങ്ങോട്ടേക്കെത്തും തൊണ്ടിമുതലുകൾ പിടിച്ചെടുക്കാൻ. മോഷ്ടാക്കളുടെ ഗ്രാമമെന്ന ദുഷ്പേര് മാറ്റാനുള്ള ശ്രമത്തിലാണ് റാംജി നഗർ. പക്ഷേ ഒരു ദിവസം ഇരുട്ടി വെളുക്കുന്നത് പോലെ അതങ്ങനെ മാറുകയുമില്ല. ഇപ്പോഴുമുണ്ട് 50-ലധികം മോഷ്ടാക്കൾ ഈ ഗ്രാമത്തിൽ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോഷണത്തിന് പോകുന്ന ഈ സംഘത്തെ തിരിച്ചറിഞ്ഞ് വിവരശേഖരണം നടത്താൻ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് കഴിയാതെ ഇരുന്നാൽ അത് നാട്ടുകാരുടെ ഉറക്കം ഇനിയും കെടുത്തും. വിഷ്ണു സുരേഷിനും അഭിജിത്തിനുമൊപ്പം എസ് ശ്യാംകുമാർ, 24 ട്രിച്ചി. EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കി ഇരിക്കുന്നു. ഇപ്പോൾ വീണ്ടും അന്വേഷണ റിപ്പോർട്ട് നൽകാനാണ് കോട്ടയം SP-ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, EP ജയരാജന്റെ ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനായിരുന്നു ഇക്കാര്യത്തിൽ നേരത്തെ സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ EP ജയരാജൻ അതേപോലെ തന്നെ DC ബുക്സ് അതടക്കമുള്ള ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷമാണ് കോട്ടയം SP പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാമിന് നൽകിയത്. എന്നാൽ ഇതിലെ മൊഴികളിൽ വ്യക്തതക്കുറവുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മടക്കിയത്. ഇക്കാര്യത്തിൽ വീണ്ടും വിശദമായ അന്വേഷണം നടത്താൻ കോട്ടയം SP-ക്ക് മനോജ് എബ്രഹാം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഉന്മേഷ്, ഇനി ഏത് തരത്തിലൊരു അന്വേഷണം, അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ടോ ഇതിന്റെ ഭാഗമായിട്ട് ഷഫീദ്? ഈ വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ
ഉന്മേഷ സ്വാഭാവികമായും ഇക്കാര്യത്തിൽ EP ജയരാജന്റെ മൊഴി അതേപോലെ തന്നെ DC ബുക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന മൊഴി ഈ രണ്ട് കാര്യങ്ങളിലും അവ്യക്തത ഉണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ മനോജ് എബ്രഹാം ഈ റിപ്പോർട്ട് മടക്കാനായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളുടെ മൊഴി ശേഖരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല അന്വേഷണം പല വഴിക്ക് നീക്കണം, പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ്. അതിനും അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ ഈ DC ബുക്സുമായി കരാറുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അതിനെല്ലാം അപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കണ്ടന്റ് അത് ഏത് രീതിയിലാണ് DC ബുക്സിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം പരിശോധിക്കണം. ഈ വിഷയങ്ങളിലെ മൊഴികളുമായി ബന്ധപ്പെട്ട പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ്, അപൂർണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഈ റിപ്പോർട്ട് മടക്കാനുള്ള കാരണമായി മനോജ് എബ്രഹാമിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉന്മേഷ്. ശരി ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന് പരാതി. കട്ടിപ്പാറ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെ 60-ലേറെ കുട്ടികൾ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. S ശ്യാംകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും. ശ്യാംകുമാർ, എന്താണ് ഇവർ പറയുന്നത്? ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് ശ്യാംകുമാർ? നിലവിൽ 98 പേർ, അതിൽ 50-ലധികം കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കട്ടിപ്പാറയിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് ഇവർ 2 ബസ്സുകളായി ഇന്ന് ടൂറിനെത്തിയത്. മറൈൻ ഡ്രൈവിൽ നിന്ന് മരിയ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനി തയ്യാർ ചെയ്ത ബോട്ടിൽ കായൽ യാത്ര ചെയ്ത് അവർ നൽകിയ ഭക്ഷണം ചോറും മോരുമായിരുന്നു എന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ലുലുവിലെത്തിയ ശേഷമാണ് ഈ കുട്ടികൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളുണ്ടായത്. അതോടെയാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളടക്കം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ സ്കൂളിൻ്റെ ഒരു അധ്യാപകൻ, ചെയർമാനാണ്, അദ്ദേഹം നമ്മളുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്? ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. കുട്ടികളും രക്ഷിതാക്കളായിട്ട് ഞങ്ങൾ ബോട്ട് യാത്രക്കായിരുന്നു വന്നത്. ഞങ്ങൾ ഏകദേശം 12:45 ഇവിടെ എത്തി. 1:30 ബോട്ടിൽ കയറി. 2 മണിക്ക് അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. സാധാ മീൽസ് ആയിരുന്നു തന്നത്, വെജിറ്റേറിയൻ. അതിൽ 4-5 ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അത് ഭക്ഷണം കഴിച്ച് 3:30 ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ലുലു മാളിലേക്കാണ് പോയത്. മെട്രോ വഴിയും ലുലു മാളിൽ പോയി. ലുലു മാളിലെത്തി ഞങ്ങൾ 7:30 മണിക്ക് എല്ലാവരോടും സെക്കൻഡ് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ പ്രിൻസിപ്പാളെ വിളിച്ച് പറയുന്നുണ്ട്, ബൗക്ക് അങ്ങനെ ചെറിയ വിഷയങ്ങളുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ബാത്റൂമിൽ പോകുന്നുണ്ട്, ഫുഡിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മൾ 3-5-6 ആളുകൾ, കാരണം പല ഭാഗങ്ങളിലാണ് ലുലു മാളിലുള്ളത്, ഞങ്ങൾ അറിയുന്നില്ല. കുട്ടികളുടെ ഇപ്പോഴത്തെ ഇപ്പോൾ ഏകദേശം ഒരു 50-ലധികം കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ ചികിത്സ തേടി. അതിൽ ഒരു 10ഓളം പേർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 2 ഇഞ്ചക്ഷൻ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കുറേ ആളുകൾ ടോക്കൺ എടുത്തും കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 7 മണിക്കാണ് ഞങ്ങൾ ലുലുമാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് വല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നത്. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിലിരുന്ന് അവിടെ ബാത്റൂമിൽ ഇങ്ങനെ കയറി ഇറങ്ങുക. ബോട്ടുടമനെ വിളിച്ചപ്പോൾ അവർ ഹൈക്കോടതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഏർപ്പാട് ചെയ്തത്, അവിടുന്ന് കൊണ്ടുവന്നതാണ്, ഒരു കാറ്ററിംഗുകാർ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ നമ്പർ ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ ഒരാൾ വിളിച്ചു, ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാറക്കലാണുള്ളത്, 14 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ കുട്ടികളൊക്കെ ബാത്റൂമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വല്ലാത്ത ക്ഷീണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് പോയത് കാരണം കുറേ ആൾ വയറ്റുനിന്ന് പോയത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിശക്കുന്നുണ്ടല്ലോ വെച്ച് ഭക്ഷണം കഴിച്ചോട്ടെ വിചാരിച്ച് പോയത്. അവിടെ എത്തിയപ്പോഴാണ് കുറേ ആൾ ഭക്ഷണം കഴിച്ചു, കുറേ ആൾ കഴിച്ചിട്ടില്ല. അങ്ങനെ തീരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബസ്സിനുള്ള ആളുകൾ പോകുന്നു, ഇങ്ങോട്ട് ആശുപത്രിയിൽ പോകുന്നു. പിന്നെ രണ്ടാമത്തെ ബസ്സും പോകുന്നു, കാരണം ബാത്റൂമിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഒരു ബസ്സിൽ കുറേ ആളെ ആയിട്ട് പോകുന്നു. ഞങ്ങൾ രണ്ടാമത്തെ ബസ്സുമാണ്. പ്രത്യേക സവിശേഷതകളുള്ള കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്? ഡിസേബിൾഡ് കുട്ടികളാണ്. ഏകദേശം ഈ കുട്ടികൾ ഒരു 4 മണിയോട് കൂടിയിട്ട് തന്നെ ബാത്റൂമിൽ പോകുന്നുണ്ട്. കുട്ടികളും രക്ഷിതാക്കളൊക്കെ തന്നെ പോകുന്നുണ്ട്. ഡോക്ടർമാരെന്താ പറയുന്നത്? ഡോക്ടർമാരിപ്പോൾ അവർക്ക് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഒരു ചെക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്, നോക്കിയിട്ട്. ഉന്മേഷ, ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ കാഷ്വാലിറ്റിയിൽ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, കാഷ്വാലിറ്റിക്ക് അകത്ത് ഡോക്ടർമാർ കൂടുതൽ എത്തിയിട്ടുണ്ട്. അവർ ഈ കുട്ടികളെ പരിശോധിക്കുന്നുണ്ട്, ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ചെയർമാൻ തന്നെ പറഞ്ഞ പോലെ 10-ലധികം കുട്ടികൾക്ക് ഡ്രിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക സവിശേഷതകളുള്ള കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പരിചരണത്തിൽ ഉൾപ്പെടെ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അവരുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ മികച്ച ചികിത്സ തന്നെ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ നൽകുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സുഖം പ്രാപിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തുകയും കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് നിന്ന് എത്തിയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെയാണ് ഈ ശാരീരിക ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ഭക്ഷ്യവിഷബാധ എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. S ശ്യാംകുമാറാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.
ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി CPIM. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI എന്നത് അവസാന വാക്കല്ലെന്നും തീരുമാനം കോടതി പറയട്ടെയെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. സർക്കാർ കോടതിയിൽ നിലപാട് വ്യക്തമാക്കാനിരിക്കെ CBI അന്വേഷണ ആവശ്യം തള്ളി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CBI അന്വേഷണത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തമായ നിലപാടുണ്ടല്ലോ. അത് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൂട്ടിക്കിടക്കുന്ന തത്തയാണെന്ന്. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അന്വേഷണം കൃത്യമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകും. ആ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ പോയിട്ടുണ്ട്. കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതിൽ ഞങ്ങൾക്ക് വേറെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. കോടതിൻ്റെ അകത്ത് ഞങ്ങൾ ഇടപെട്ടു നിങ്ങൾ പറയുന്നില്ലല്ലോ. അന്വേഷണം CBI ഏറ്റെടുത്താൽ രാഷ്ട്രീയ തിരിച്ചടി CPIM ഭയക്കുന്നു. വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തിനെതിരായ ബെനാമി ആരോപണം, കൈക്കൂലി പരാതി വ്യാജമെന്ന ആരോപണം എന്നിവയിലെ അന്വേഷണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമോ എന്നാണ് ആശങ്ക. MV ഗോവിന്ദനെ തള്ളാതെ CITU നേതാവും നവീൻ ബാബുവിന്റെ ബന്ധുവുമായ മലയാലപ്പുഴ മോഹനൻ രംഗത്തെത്തി. CBI എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ അന്വേഷണ ഏജൻസി അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. മറ്റേ അന്വേഷണം സംബന്ധിച്ച അന്വേഷണം കോടതി ഉത്തരവിട്ടെന്ന് അന്വേഷണം നടക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. അല്ല മറ്റു ദുരുദ്ദേശം അതിനകത്തുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു വിലയിരുത്തലാണത്. CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമെന്ന CPIM വാദം നാടകമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കണ്ണൂർ. കണ്ണൂർ മുൻ ADM K നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കേസ് ഡയറി വിളിച്ചു വരുത്തി ഹൈക്കോടതി. ഹർജിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തലവൻ സത്യവാങ്മൂലം നൽകണം. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. രാവിലെ കേസ് പരിഗണിച്ച വേളയിൽ ആത്മഹത്യ സംബന്ധിച്ച കേസ് അല്ലേ എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. കൊലപാതകമെന്നാണോ പറയുന്നതെന്നും അത് എന്തടിസ്ഥാനത്തിലാണെന്നും ഹൈക്കോടതി ചോദിച്ചു. ആത്മഹത്യയല്ല, കൊലപാതകമെന്ന സംശയമുണ്ടെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം അറിയിച്ചു. കേസിൽ പ്രത്യേക അന്വേഷണ സംഘമെന്നത് പേരിന് മാത്രമാണെന്നും ഹർജിക്കാരി വ്യക്തമാക്കി. പിന്നാലെ ഹർജിയിൽ സർക്കാരിനോടും CBIയോടും 10 ദിവസത്തിനകം നിലപാട് വ്യക്തമാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സത്യവാങ്മൂലം നൽകണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കേസിൽ അന്തിമ അന്വേഷണ റിപ്പോർട്ട് നൽകുന്നത് തടയണമെന്ന കുടുംബത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. SIT അന്വേഷണം പൂർത്തിയാക്കട്ടെയെന്നും കുറ്റപത്രം നൽകിയാലും CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 24 കൊച്ചി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ സ്കൂട്ടറിനുള്ളിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. പുത്തൻവീട്ടിൽ വിഷ്ണുവിന്റെ സ്കൂട്ടറിലാണ് പാമ്പിനെ കണ്ടത്. AV ജയശങ്കറുണ്ട് വിവരങ്ങളുമായി. ജയശങ്കർ, വിശദാംശങ്ങൾ. ആലപ്പുഴയിലാണ് ഇത്തരത്തിൽ സ്കൂട്ടറിനുള്ളിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തിയത്. ഇദ്ദേഹം സ്കൂട്ടറുമായി നിരന്തരം യാത്രയും മറ്റും പോകുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വീട്ടിൽ ഈ സ്കൂട്ടർ വെച്ചൊരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പാമ്പിനെ കണ്ടത്. ഉടൻ തന്നെ ഇദ്ദേഹം കോന്നിയിലെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ, വനംവകുപ്പിന്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ വിവരം അറിയിച്ചു. അവർ എത്തി ഈ പാമ്പിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവർ ഈ പാമ്പിനെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ഈ പാമ്പിനെ വനത്തിലോ മറ്റോ തുറന്നു വിടാൻ തന്നെയാണ് ഈ വനംവകുപ്പിന്റെ തീരുമാനം. ഈ പത്തനംതിട്ട ജില്ലയിൽ വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പാമ്പുകളെ വനം വകുപ്പ് പിടികൂടിയിരുന്നു. ഈ പാമ്പിന്റെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ആളുകൾ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് വനം വകുപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ പാമ്പിൽ നിന്ന് മറ്റു തരത്തിലുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഉന്മേഷ്, മലയാളപ്പുഴയിലാണ് ഈ സംഭവം. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളുടെ VC നിയമനവുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വാർത്താക്കുറിപ്പ് വരുന്നു. ചാൻസലർ കൂടിയായ ഗവർണർ കോടതി നിർദ്ദേശങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ ലംഘിച്ചിരിക്കുന്നുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറ്റപ്പെടുത്തൽ. BJP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് K സുരേന്ദ്രൻ തുടരും. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ അധ്യക്ഷനെ മാറ്റേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. നിലവിൽ സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ K സുരേന്ദ്രനെ ലക്ഷ്യമിട്ട് പാർട്ടിക്കുള്ളിൽ കരുനീക്കം ശക്തമായിരുന്നു. അധ്യക്ഷസ്ഥാനം രാജിവെക്കാൻ K സുരേന്ദ്രൻ സന്നദ്ധത അറിയിക്കുന്നിടം വരെ ആഭ്യന്തര കലഹം മൂർച്ഛിച്ചു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റേണ്ടതില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. പരസ്യ പ്രതികരണങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒഴിവാക്കി സംഘടനാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു. സംസ്ഥാന ഭാരവാഹി യോഗമടക്കം ബഹിഷ്കരിച്ച PK കൃഷ്ണദാസ്, MT രമേശ് എന്നിവരെ വരണാധികാരികളായി നിശ്ചയിച്ചിട്ടുണ്ട്. ബൂത്ത് മണ്ഡലം ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യം. ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുക പുതിയ സംസ്ഥാന അധ്യക്ഷൻ ചുമതലയേറ്റ ശേഷം മാത്രമെന്നാണ് വിവരം.
പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ പുതുതായി ചുമതലയേൽക്കുന്ന ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ തടയുക ലക്ഷ്യമിട്ടാണ് നടപടി. 24 കൊച്ചി. സംസ്ഥാന നേതൃത്വം ഒതുക്കിയെന്നാരോപിച്ച് പാർട്ടി വിട്ട BJP വയനാട് മുൻ ജില്ലാ പ്രസിഡന്റ് KP മധു കോൺഗ്രസിലേക്കെന്ന് സൂചന. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ വയനാട്ടിലെ ജില്ലാ കോൺഗ്രസ് നേതാക്കൾ മധുവുമായി ചർച്ച നടത്തും. എന്നാൽ മധു പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വയനാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ 24നോട് പറഞ്ഞു. അതിനിടെ BJPയിലെ അസംതൃപ്തരെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തു. BJP വിട്ട KP മധുവിനെ കോൺഗ്രസിലെത്തിക്കാനുള്ള ചർച്ച സജീവമാണ്. ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ മധുവുമായി നേരിട്ട് ചർച്ച നടത്തും. എന്നാൽ BJP സംസ്ഥാന ജില്ലാ നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്നായിരുന്നു മധു പറഞ്ഞത്. ഈ ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് ജില്ലാ നേതൃത്വം. പാലക്കാട് തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടി വിട്ടത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. എവിടെയും അവഗണിക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ ചെയ്തിട്ടുള്ള ഒരാളല്ല. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ഇതിന്റെ പിന്നിൽ ചെറിയ ഗൂഢാലോചനകൾ ഉണ്ടോ എന്നുള്ളത് ഞങ്ങൾ സംശയിക്കുന്നു. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായി തള്ളിപ്പറയുന്നവർക്ക് സ്വാഗതമെന്നായിരുന്നു ഇതിനോടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് സന്നദ്ധതയുള്ള ഒരാളും ഒറ്റപ്പെടില്ലെന്നും സന്ദീപ് ഈ പോസ്റ്റിൽ പറയുന്നു. ഇന്നലെയാണ് പാർട്ടി വിട്ട KP മധു കോൺഗ്രസ് ഇടതു നേതാക്കളുമായി ചർച്ച നടക്കുന്നുണ്ടെന്നും ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താൻ ഉണ്ടാകുമെന്നും വ്യക്തമാക്കിയത്. 24 വയനാട്. കേരളത്തിലെ CPIMന്റെ വേട്ടയാടൽ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് KM ഷാജി എന്ന KPCC പ്രസിഡന്റ് K സുധാകരൻ. മോദിയും പിണറായിയും ഒരേ തൂവൽ പക്ഷികളാണെന്നും K സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CPIMന്റെ ചട്ടുകങ്ങളായി പ്രതികാര രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ വരും കാലങ്ങളിൽ മറുപടി നൽകേണ്ടി വരുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഷവർമ വിൽക്കുന്ന ഭക്ഷണശാലകളിൽ കർശന പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി. ഭക്ഷണശാലകൾ ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഭക്ഷണശാലകളുടെ ലൈസൻസ് റദ്ദാക്കണം. ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സർക്കാരിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഫിൻജാൻ ചുഴലിക്കാറ്റായി മാറിയേക്കും. തമിഴ്നാട്ടിലെ വിവിധ ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. 4 ജില്ലകളിൽ റെഡ് അലർട്ടും 6 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട കനത്ത ന്യൂനമർദ്ദം 12 മണിക്കൂറിനുള്ളിൽ ഫിൻജാൽ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നിലവിൽ ചെന്നൈയിൽ നിന്ന് തെക്ക് കിഴക്കായി 570 കിലോമീറ്റർ അകലെയാണ് ന്യൂനമർദ്ദമുള്ളത്. വടക്ക് പടിഞ്ഞാറൻ തമിഴ്നാട്ടിലേക്ക് ഇത് നീങ്ങുമെന്നാണ് കരുതുന്നത്. കടലൂർ, മയിലാടുതുറൈ, നാഗപട്ടണം, തഞ്ചാവൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട്. 6 ഇടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. കാവേരി നദീതട ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിവിധയിടങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തിരുവാരൂർ, മയിലാടുതുറൈ ജില്ലകളിൽ വ്യാപക കൃഷിനാശമുണ്ടായി. 2000 ഏക്കർ കൃഷി നശിച്ചതായി കർഷകർ പറയുന്നു. പുതുച്ചേരിയിലും ആന്ധ്രാപ്രദേശിലും ശക്തമായ മഴയുണ്ടാകും. മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും സ്ഥിതിഗതികൾ വിലയിരുത്തി. SDRF, NDRF സംഘങ്ങൾ സജ്ജമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ആവശ്യാനുസരണം തുറക്കും. 24 ചെന്നൈ. തമിഴ്നാട്ടിൽ റോഡരികിൽ വിശ്രമിക്കുമ്പേ കാർ പാഞ്ഞു കയറി 5 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ചെങ്കൽപ്പേട്ടിലെ മഹാബലിപുരത്താണ് സംഭവം. മധ്യലക്കരയിൽ കാർ ഓടിച്ചിരുന്ന കോളേജ് വിദ്യാർത്ഥിയെയും സുഹൃത്തിനെയും പോലീസ് പിടികൂടി. മഹാബലിപുരത്തെ OMR റോഡിലായിരുന്നു സംഭവം. കന്നുകാലികളെ മേയ്ക്കുന്ന 5 സ്ത്രീകൾ റോഡിന് സമീപം വിശ്രമിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ടുവന്ന കാർ ഇവരുടെ ശരീരത്തിലൂടെ പാഞ്ഞുകയറിയത്. പണ്ഡിതമേട് സ്വദേശികളായ വിജയ, യശോദ, കാത്തായി, ഗൗരി, ആനന്ദമ്മാൾ എന്നിവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സമീപത്തെ കോളേജിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളായിരുന്നു കാറിലുണ്ടായിരുന്നത്. കാർ ഓടിച്ചിരുന്ന ജോഷുവ എന്ന 19-കാരനെയും ഇയാളുടെ സുഹൃത്തിനെയും നാട്ടുകാർ തടഞ്ഞുവെച്ച് തിരുപ്പോറൂർ പോലീസിന് കൈമാറി. മറ്റു 2 പേർ ഓടി രക്ഷപ്പെട്ടു. പ്രതികളെ നാട്ടുകാർ ചേർന്ന് മർദ്ദിക്കാൻ ശ്രമിച്ചു. ചെങ്കൽപ്പെട്ട് SP-യും സ്ഥലത്തെത്തി. പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരുപ്പോരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. രക്ഷപ്പെട്ട 2 പേർക്കായി തെരച്ചിൽ ആരംഭിച്ചു. 24 ചെന്നൈ.
വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കില്ല. ഇന്ന് ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിനിടെ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. സമയപരിധി നീട്ടാൻ അധ്യക്ഷൻ ജഗദാംബിക പാൽ വിസമ്മതിച്ചതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. പിന്നാലെ സമയപരിധി നീട്ടണം എന്ന് BJPയും ആവശ്യപ്പെട്ടു. വഖഫ് നിയമ ഭേദഗതി ബില്ല് പരിഗണിക്കാനായി ഇന്ന് പാർലമെന്റ് അനക്സിൽ ചേർന്ന സംയുക്ത പാർലമെന്ററി സമിതി യോഗത്തിലാണ് നാടകീയ നീക്കങ്ങൾ. ന്യൂനപക്ഷ വിഭാഗത്തെ ബാധിക്കുന്ന സുപ്രധാന ബില്ലിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നും സമയപരിധി നീട്ടണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം തള്ളിയ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ JPC റിപ്പോർട്ടിന്റെ കരട് വെള്ളിയാഴ്ച സമർപ്പിക്കുമെന്ന് അറിയിച്ചു. തുടർന്ന് യോഗം ബഹിഷ്കരിച്ചിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് BJP MP നിഷികാന്ത് ദുബെയുടെ അപ്രതീക്ഷിത നീക്കം. സമയപരിധി ബജറ്റ് സമ്മേളനം വരെ നീട്ടണമെന്ന് ദുബെ ആവശ്യപ്പെട്ടു. ഇതോടെ പ്രതിപക്ഷാംഗങ്ങളും യോഗത്തിൽ തിരിച്ചെത്തി. സമിതിയുടെ കാലാവധി ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിനം വരെ നീട്ടാൻ ഏകകണ്ഠമായി തീരുമാനിച്ചു. കാലാവധി നീട്ടിയതോടെ ലിസ്റ്റ് ചെയ്ത ബില്ല് ശീതകാല സമ്മേളനത്തിൽ ഉണ്ടാകില്ല. 2025 ഏപ്രിൽ വരെ JPCയുടെ കാലാവധി ഉണ്ടെന്നിരിക്കെ ബജറ്റ് സമ്മേളനത്തിലും ബില്ല് അവതരിപ്പിക്കാൻ സാധ്യത മങ്ങി. സമിതി തീരുമാനം അധ്യക്ഷൻ ജഗദാംബിക പാൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കുന്നതോടെ കാലാവധി നീട്ടൽ ഔദ്യോഗികമായി നിലവിൽ വരും. 24 ഡൽഹി. അദാനിക്കെതിരായ അഴിമതി ആരോപണത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. അദാനി വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ഇരുസഭകളും തുടർച്ചയായ രണ്ടാം ദിവസവും തടസ്സപ്പെട്ടു. അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ഗൗതം അദാനിക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ല എന്ന അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. ഗൗതം അദാനിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണം പാർലമെന്റിന്റെ ഇരുസഭകളെയും തുടർച്ചയായി രണ്ടാം ദിവസവും പ്രക്ഷുബ്ധമാക്കി. प्रश्न संख्या 21 मीडिया के अंदर लाया जाता था, वो एडिटोरियल चेक आज खत्म हो गया है. उस एडिटोरियल ലോക്സഭ സമ്മേളിച്ച ഉടൻ തന്നെ പ്രതിപക്ഷം ബഹളമുയർത്തിയതോടെ സഭ തടസ്സപ്പെട്ടു. 12 മണിക്ക് വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നു. നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. സഭ की कार्रवाई गुरुवार दिनांक 28 नवंबर 2026 को प्रातः 11 बजे तक के लिए स्थगित की जाती है. അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചെയർമാൻ തള്ളിയതോടെ പ്രതിപക്ഷ ബഹളത്തിൽ രാജ്യസഭയും പിരിഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആണ് ഇന്ന് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചത്. അദാനിയെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും സഭയ്ക്ക് പുറത്തുവെച്ച് രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. Which world are you living in, brother? Obviously, he's going to deny the charges. Point is, he has to be arrested, as we have said. Hundreds of people are being arrested on tiny charges. The gentleman has been indicted in the United States for thousands of crores. He should be in jail. അദാനിക്കെതിരായ അമേരിക്കയിലെ കുറ്റപത്രത്തിൽ സെക്യൂരിറ്റീസ് തട്ടിപ്പ്, ക്രിമിനൽ ഗൂഢാലോചന അടക്കമുള്ള 3 കുറ്റങ്ങൾ ചുമത്തിയതായി അദാനി ഗ്രൂപ്പ് സമ്മതിച്ചു. എന്നാൽ ഗൗതം അദാനി, സാഗർ അദാനി, വിനീത് ജെയിൻ എന്നിവർക്കെതിരെ കൈക്കൂലി കുറ്റം ചുമത്തിയിട്ടില്ലെന്നുമാണ് അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം. 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. കോടാലി കൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു എന്ന് വിഷ്ണു സുരേഷ് അറിയിക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മഴുവന്നൂർ സ്വദേശി പ്രസാദ് കുമാറിന്റെ മരണം. പ്രസാദിന്റെ തലക്കടിച്ച് 2 സുഹൃത്തുക്കളെ പോലീസ് പിടികൂടിയിരുന്നു. ഇവർക്കെതിരെ കൊലപാതക കുറ്റം കൂടി ചുമത്തുമെന്നാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ അറിയിക്കുന്നത്. ഇസ്കോൺ മതമൗലികവാദ സംഘടനയാണെന്ന് ബംഗ്ലാദേശ് ഹൈക്കോടതിയിൽ അറ്റോർണി ജനറൽ. ഇസ്കോണിനെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ബംഗ്ലാദേശ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. ഹൈന്ദവ നേതാവ് ചിന്മയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിനെ തുടർന്ന് ബംഗ്ലാദേശിൽ ഉടനീളം ഹൈന്ദവ സംഘടനകൾ വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഭരണകൂടത്തിന്റെ നീക്കം. മതന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ കൃഷ്ണദാസ് സംഘടിപ്പിച്ചിരുന്നു. ഒരു ഹിന്ദു റാലിയിൽ ദേശീയ പതാകയെ നിന്ദിച്ചു എന്നാരോപിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി നവംബർ 25-ന് ചിന്മയ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസിനെ ജയിലിലേക്ക് മാറ്റി. ബംഗ്ലാദേശ് ഭരണഘടനയിൽ നിന്നും മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്നും അറ്റോർണി ജനറൽ ഒരാഴ്ച മുൻപ് മറ്റൊരു കേസിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. കോടാലി കൊണ്ട് തലക്കടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊച്ചി മഴുവന്നൂർ സ്വദേശി പ്രസാദ് കുമാറാണ് മരിച്ചത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്?
മുമ്പാണ് മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്തുക്കൾ ചേർന്ന് കോടാലി ഉപയോഗിച്ച പ്രസാദ് കുമാറിനെ തലക്കടിച്ചത്. അതിനുശേഷം അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നീട് നാട്ടുകാരാണ് ഇവരെ പിടികൂടിയത്. പ്രസാദിനെ അന്നേ ദിവസം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ, ആദ്യം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക്, പിന്നീട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. തലക്ക് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. ഇന്ന് 10 മണിയോടുകൂടിയാണ് പ്രസാദിന്റെ മരണം സ്ഥിരീകരിച്ചത്. തലക്കേറ്റ അടി തന്നെയാണ് മരണകാരണമായി പോലീസും ആശുപത്രി അധികൃതരും പറയുന്നത്. ഈ നാളെ പോസ്റ്റ്മോർട്ടം നടക്കും. നിലവിൽ 2 പ്രതികളെ പിടികൂടിയിട്ടുണ്ട്. ഇവർക്കെതിരെ നേരത്തെ കൊലപാതക ശ്രമമാണ് ചുമത്തിയിരുന്നത്. പക്ഷേ നിലവിൽ മരണം സംഭവിച്ച പശ്ചാത്തലത്തിൽ കൊലപാതകം വകുപ്പ് കൂടി ചുമത്തും. മറ്റാർക്കെങ്കിലും കേസിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യവും കുന്നനാട് പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. മധ്യപ്രദേശിൽ ദളിത് യുവാവിന് നേരെ കൊടും ക്രൂരത. കുഴൽക്കിണറിൽ നിന്ന് വെള്ളം എടുത്തതിന്റെ പേരിൽ ദളിത് യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തി. സംഭവത്തിൽ ഗ്രാമമുഖ്യൻ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഇന്ദർഗഡ് ഗ്രാമത്തിലാണ് സംഭവം. നാരദ് ജാദവ് എന്ന 30-കാരനായ ദളിത് യുവാവാണ് കൊല്ലപ്പെട്ടത്. കുഴൽക്കിണറിൽ നിന്നും വെള്ളമെടുക്കുന്നതിന്റെയും വഴിയുടെയും പേരിൽ കാലങ്ങളായി നിലനിന്ന തർക്കത്തിന്റെ പേരിലാണ് കൊലപാതകം. ഗ്രാമമുഖ്യൻ പദം ധക്കാഡ്, സഹോദരൻ മൊഹർപാൽ ധക്കാഡ്, മകൻ അങ്കേഷ് ധക്കാഡ് എന്നിവർ നാരദിനെ മരത്തടികളും പൈപ്പും ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരണമുറപ്പിക്കും വരെ മർദ്ദനം തുടർന്നതായി ബന്ധുക്കൾ ആരോപിച്ചു. പോലീസെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് സംഭവം ഗൌരവത്തോടെ കണ്ടില്ലെന്നും പ്രതിഷേധിച്ച ശേഷമാണ് വരാൻ പോലും തയ്യാറായതെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ 8 പേർക്കെതിരെ കേസെടുത്തതായും ഗ്രാമമുഖ്യനടക്കം 4 പേരെ അറസ്റ്റ് ചെയ്തതായും പോലീസ് സൂപ്രണ്ട് അമൻ സിംഗ് റാത്തോഡ് അറിയിച്ചു. 24 ഡൽഹി. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം റൗണ്ടിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷിന് ജയം. നിലവിലെ ലോക ചാമ്പ്യൻ ഡിംഗ് ലെറിനെ തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ലെറൻ ജയിച്ചപ്പോൾ 2ാം മത്സരം സമനിലയിലായിരുന്നു. ഇതോടെ ഇരു താരങ്ങൾക്കും 1.5 പോയിന്റ് വീതമായി. ആകെ 14 റൗണ്ടാണ് ലോക ചാമ്പ്യനെ നിർണ്ണയിക്കാനുള്ള മത്സരത്തിൽ ഉള്ളത്. ആദ്യം 7.5 പോയിന്റ് നേടുന്ന ആളാണ് ജേതാവാവുക. മറ്റന്നാൾ ആണ് 4ാം റൗണ്ട്. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയിൽ നിയമിച്ച ഗവർണർ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഷീപ്പ് ടെക്നോളജി വിഭാഗം പ്രൊഫസറാണ് ഡോക്ടർ ശിവപ്രസാദ്. പുതിയ VC നിയമിക്കുന്നതുവരെ ഡോക്ടർ ശിവപ്രസാദിന് KTU വൈസ് ചാൻസലറുടെ ചുമതല വഹിക്കാം. സ്ഥിരം VC നിയമനത്തിന് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഗവർണർ താൽക്കാലിക VC നിയമിച്ചത്. കേരള ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറുടെ ചുമതലയിൽ ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചു. നേരത്തെ KTU VCയായി ഗവർണർ നിയോഗിച്ച ഡോക്ടർ സിസ തോമസ് സർക്കാരിന് അനഭിമതയാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ നിയമനത്തിൽ ഗവർണറെ വിമർശിച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാന സർക്കാരുമായി ഒരാലോചനയും ചാൻസലർ നടത്തിയില്ല. ചാൻസലറുടെ ശ്രമങ്ങൾ അപലപനീയം. കോടതി വിധിയെ മറികടന്നാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ വിമർശനം. യാതൊരു വിധത്തിലുള്ള ആലോചനയും സംസ്ഥാന ഗവൺമെൻറ്റുമായി നടത്താതെ ഏകപക്ഷീയമായിട്ടാണ് ആ നിയമനം നടത്തിയിട്ടുള്ളത്. അത് KTUവിൻ്റെ ആക്ടിൻ്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, ഇന്നലെ വന്നിട്ടുള്ള ഹൈക്കോടതി വിധിയിൽ വളരെ വ്യക്തത വരുത്തി തന്നെ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വ്യവസ്ഥാപിത ചട്ടക്കൂടുകൾക്കൊക്കെ അപ്പുറത്തുകൂടി സഞ്ചരിക്കാൻ ബഹുമാനപ്പെട്ട ചാൻസലർ ശ്രമിക്കുന്നത് വളരെ അധികം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണറുടെ നടപടി ഏകപക്ഷീയവും ചട്ടലംഘനവും എന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ചാൻസലർ കൂടിയായി ഗവർണർ കോടതി നിർദ്ദേശങ്ങൾ കീഴ്വഴക്കങ്ങളും ലംഘിച്ചു. സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും സംസ്ഥാന സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ ചാൻസലറെ നിയമിക്കാൻ കഴിയൂ. സർക്കാർ കൊടുത്ത പട്ടിക പരിഗണിക്കാതെ ഗവർണർ തന്നിഷ്ടപ്രകാരം നിയമനങ്ങൾ നടത്തിയെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിമർശനം. ആന എഴുന്നള്ളിപ്പിനെതിരെ വീണ്ടും നിലപാട് കടുപ്പിച്ച് ഹൈക്കോടതി. ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ഉത്സവങ്ങൾക്ക് ഉൾപ്പെടെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ജനങ്ങളുടെ സുരക്ഷയും ആനകളുടെ പരിപാലനവും കൂടി പരിഗണിച്ചാണ് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതെന്നാണ് കോടതിയുടെ നിലപാട്. ഇക്കാര്യത്തിൽ ദേവസ്വങ്ങൾ പിടിവാശി ഉപേക്ഷിക്കണം. ഉത്സവങ്ങളിൽ ആനകളെ എഴുന്നള്ളിക്കുന്ന ഒഴിവാക്കാനാകാത്ത മതാചാരമാണെന്ന് പറയാനാകില്ല. അകലപരിധി കുറയ്ക്കാൻ മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. അഭിപ്രായ പ്രകടനങ്ങൾ പരിഗണിച്ച് മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്താനാകില്ലെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. അതേസമയം ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി.
ജില്ലാ കളക്ടർമാർക്ക് നിരീക്ഷണ ചുമതല നൽകുമെന്നും ഉത്തരവുകൾക്കെതിരെ പ്രതിഷേധമുയർത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ നീതിന്യായ വ്യവസ്ഥ സ്വീകരിക്കുമെന്നും ഹൈക്കോടതി കൂട്ടിച്ചേർത്തു. 24 കൊച്ചി. കൊല്ലം തൊടിയൂർ CPIM ലോക്കൽ സമ്മേളനത്തിൽ കയ്യാങ്കളി. ലോക്കൽ കമ്മിറ്റിയിലേക്ക് മത്സരം വേണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടതോടെയാണ് തർക്കമുണ്ടായത്. മത്സരം നടന്നാൽ ഔദ്യോഗിക പാനലിലെ ബഹുഭൂരിപക്ഷം പേരും പരാജയപ്പെടുമെന്ന് ബോധ്യമായതോടെ നേതൃത്വം മത്സരം തടയാൻ ശ്രമിച്ചു. ഇതോടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. നേരത്തെ മത്സരമുണ്ടായ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കീഴിലെ 7 ലോക്കൽ സമ്മേളനങ്ങളാണ് നിർത്തിവച്ചത്. നേതൃത്വം ഇടപെട്ട് സമവായ ചർച്ച നടത്തിയ ശേഷം തുടങ്ങിയ തൊടിയൂർ ലോക്കൽ സമ്മേളനത്തിലാണ് കയ്യാങ്കളി ഉണ്ടായത്. നേതൃത്വം അവതരിപ്പിച്ച പാനലിനെതിരെ മത്സരിക്കാൻ പ്രവർത്തകർ എഴുന്നേറ്റതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഔദ്യോഗിക പക്ഷം അവതരിപ്പിച്ച പാനൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടെ മത്സരിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് നേതൃത്വം നിലപാടെടുത്തു. ഇതോടെയാണ് കയ്യാങ്കളി ഉണ്ടായത്. ബാർ മുതലാളിയെയും കുബേര കേസ് പ്രതിയെയും നേതൃത്വം പാനൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചതും പ്രതിനിധികളെ ചൊടിപ്പിച്ചു. സംസ്ഥാന നേതാക്കളായ സോംപ്രസാദും സൂസൻ കൂടിയും പങ്കെടുത്ത യോഗത്തിലാണ് നേതൃത്വത്തിനെതിരെ പ്രവർത്തകർ രംഗത്ത് വന്നത്. ഇതോടെ ലോക്കൽ സമ്മേളനം താൽക്കാലികമായി നിർത്തിവെച്ചു. 24 കൊല്ലം. ഇനി ശബരിമല വാർത്തയിലേക്ക്. ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിൽ ഇന്ന് സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഇനി ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന് കാറിലെത്തിയ സംഘം സ്വർണം കവർന്നു. മുത്തമ്പലം സ്വദേശി ബൈജുവാണ് കവർച്ചയ്ക്കിരയായത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ഇത് എത്ര സ്വർണ്ണമാണ് ഇപ്പോൾ കവർന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? കൊടുവള്ളിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഓമശ്ശേരി റോഡിൽ ഒതയോത്ത് മുത്തമ്പലത്ത് വെച്ചുകൊണ്ടാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്വർണ്ണ വ്യാപാരിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ചുകൊണ്ട് സ്വർണം കവർന്നിരിക്കുന്നത്. മുത്തമ്പലം സ്വദേശിയായിട്ടുള്ള ബൈജുവിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം കവർച്ച ചെയ്തിരിക്കുന്നത്. 2 കിലോയോളം സ്വർണം നഷ്ടമായി എന്നാണ് ബൈജു പറയുന്നത്. കത്തിക്കാട്ടി ഭീഷണിപ്പെടുത്തി വാഹനം തടഞ്ഞു നിർത്തുകയായിരുന്നു. തുടർന്നാണ് ആക്രമിച്ചത്. അതോടൊപ്പം ആക്രമിച്ച് വീഴ്ത്തിയ ശേഷമാണ് പിന്നീട് സ്വർണം കവർച്ച ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സംഘം കാറിലാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ എത്തിക്കൊണ്ട് ഈ സ്കൂട്ടറിനെ ഇടിച്ച് സൈഡിലേക്ക് മാറ്റുകയും ഒപ്പം തന്നെ കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി സ്വർണം കവരുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇത്തരത്തിൽ സ്വർണവുമായി കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്ന ആളാണ് എന്നുള്ളത് ബിജുവിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയുള്ള സംഘമാണ് ഇത്തരമൊരു പ്രവൃത്തി ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭ്യമാവുന്നത്. സാധാരണ കടയടച്ചു പോകുമ്പോൾ അതിന്റെ സാമഗ്രികളുമായിട്ട് പോകാറുള്ളതും അതുപോലെ തന്നെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സ്വർണം കയ്യിൽ കരുതുന്നതുമാണ്. അത്തരത്തിൽ കൊണ്ടുപോകാറുണ്ട് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന സംഘമാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരു സംശയം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ബിജു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ബൈജുവിന്റെ പരാതിയിൽ കൊടുവള്ളി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടുണ്ടോ? പോലീസ് എന്തെങ്കിലും വിവരം നൽകുന്നുണ്ടോ? 2 കിലോയാണല്ലോ സ്വർണം കവർന്നിരിക്കുന്നത്. സമീർ, പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ സംബന്ധിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭ്യമായിട്ടില്ല. എങ്കിലും പരിചയക്കാർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന കാര്യമാണ് പോലീസ് നൽകുന്ന വിവരം. ഒപ്പം തന്നെ ഈ സമീപത്തെ കടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഉള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കടകളിൽ നിന്ന് ലഭ്യമാവുന്ന CCTV ഫുട്ടേജുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഏതെങ്കിലും ഇടപാടുകൾ നടത്തുന്നവരോ അല്ലെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് അറിയാവുന്നവരോ ഉണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിച്ചു വരുന്നു. ഏതായാലും 2 കിലോയോളം സ്വർണം നഷ്ടമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബൈജു ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് നൽകിയിരിക്കുന്ന വിവരം. ഉന്മേഷ്, 24 ഓൺ ടോപ്പിലേക്ക് തിരികെ. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദത്തിനായുള്ള കടും പിടുത്തം അവസാനിപ്പിച്ച ഏകനാഥ് ഷിൻഡെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ ഏത് തീരുമാനത്തെയും അംഗീകരിക്കുമെന്ന് ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കി. ഇതോടെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് നാളെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഖ്യാപിച്ചേക്കും. മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു ഏകനാഥ് ഷിൻഡെയുടെ വാർത്താ സമ്മേളനം. നരേന്ദ്രമോദിയുമായി ഇന്നലെ സംസാരിച്ചു. മുന്നണിയിൽ താനൊരു തടസ്സമാവില്ലെന്നും മോദിയും അമിത്ഷായും എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും ഷിൻഡെ പറയുന്നു. आदरणीय मोदी जी को
फोन करके कहा है, ये मैंने कहा है, अभी लास्ट का बता रहा हूँ, इसके बाद कोई सवाल जवाब। तो मैंने कहा है जो निर्णय लेना है आप लीजिए, एकनाथ शिंदे आपके साथ है, शिवसेना पूरी आपके साथ है। നാളെ ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ എന്നിവർ ദില്ലിയിൽ BJP ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തും. പിന്നാലെ ഫട്നാവിസിനെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. കേന്ദ്ര മന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയും സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചില വകുപ്പുകളും ഷിൻഡെയ്ക്ക് വാഗ്ദാനം നൽകിയെന്നാണ് വിവരം. വൻ ഭൂരിപക്ഷത്തിൽ അധികാരം നിലനിർത്തിയതിന് പിന്നാലെയുണ്ടായ തർക്കത്തിൽ BJP ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പിൽ EVM തട്ടിപ്പ് നടന്നെന്ന ആരോപണം പ്രതിപക്ഷം തുടരുകയാണ്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ EVM ഛോഡോ അഭിയാൻ ക്യാമ്പയിൻ വരും ദിവസങ്ങളിൽ ശക്തമാക്കും. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും പ്രതിഷേധത്തിനൊരുങ്ങാൻ ഉദ്ധവ് താക്കറെ MLA-മാരോട് ആവശ്യപ്പെട്ടു. പോളിംഗ് ബൂത്തുകൾക്ക് സമീപം വൈഫൈ ഉള്ള വാഹനങ്ങൾ പോലീസ് നിർത്തിയത് സംശയകരമെന്ന് ഉദ്ധവ് വിഭാഗം നേതാവ് അംബാദാസ് ധൻവെ ആരോപിച്ചു. കോൺഗ്രസിന് പിന്നാലെ NCP ശരത് പവാർ വിഭാഗവും VVPAT സ്ലിപ്പുകൾ എണ്ണാൻ തീരുമാനിച്ചു. EVM ക്രമക്കേടിനെ കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ ശരത് പവാർ സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഓരോ നിയമസംഘങ്ങളെയും നിയോഗിക്കും. 24 മുംബൈ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. ലോഡ്ജിൽ ഒപ്പമുണ്ടായിരുന്ന യുവാവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇന്നലെയാണ് യുവതിയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചന. ലോഡ്ജിൽ ഒപ്പമുണ്ടായിരുന്ന തൃശൂർ സ്വദേശി സനൂഫിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഫസീലയും സനൂഫും ഒരുമിച്ചാണ് ലോഡ്ജിൽ റൂം എടുത്തിരുന്നത്. മരണമറിഞ്ഞ് പോലീസ് എത്തുമ്പോൾ സനൂഫ് ലോഡ്ജിലില്ലായിരുന്നു. ഇയാൾ ലോഡ്ജിൽ നൽകിയ നമ്പറും അഡ്രസ്സും വ്യാജമാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾ ഉപയോഗിച്ചിരുന്ന കാർ പാലക്കാട് ചക്കാന്തറയിൽ വെച്ച് കണ്ടെത്തി. സനൂഫിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. 24 കോഴിക്കോട്. സംഘർഷം നടന്ന UP-യിലെ സംഭലിലേക്ക് പുറപ്പെട്ട മുസ്ലിം ലീഗ് MPമാരെ പോലീസ് തടഞ്ഞു. ഗാസിയാബാദിൽ വെച്ചാണ് ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള MPമാരെ തടഞ്ഞത്. നടപടി അപലപനീയം എന്ന് ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. സംഘർഷത്തിൽ 5 പേർ മരിച്ച ഉത്തർപ്രദേശിലെ സംഭലിലേക്ക് ഇന്ന് ഉച്ചയോടെയാണ് മുസ്ലിം ലീഗ് MPമാർ പുറപ്പെട്ടത്. സംഭവ സ്ഥലത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഗാസിയാബാദിൽ വെച്ച് MPമാരെ ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞു. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ സംഭാലിലേക്ക് പ്രവേശനമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പോലീസിന്റെ നടപടി. പ്രശ്നങ്ങൾ സങ്കീർണമാക്കാതിരിക്കാൻ MPമാർ തിരികെ മടങ്ങി. നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. കാരണം അത് ഞങ്ങൾക്ക് ചോദിച്ച കാരണത്തൊന്നും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, നിങ്ങളെ അലോ ചെയ്യില്ല. അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ശാന്തമല്ലെന്ന് പലതരം ബുദ്ധിമുട്ടിലും ആളുകളാക്കുന്നുണ്ട്. ഒരുപാട് ആളുകളുടെ പേരിൽ കേസ്, ഒരു ദാക്ഷിണ്യമില്ലാത്ത വിധത്തിൽ കള്ളക്കേസ് ഉണ്ടാക്കി എല്ലാവരെയും തുറങ്കിലടപ്പിക്കുന്ന ആ സ്വഭാവത്തിലുള്ള വളരെ പ്രാകൃതമായ സമീപനം അവിടെ നടക്കുന്നുവെന്നാണ്. വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. MPമാരുടെ സന്ദർശനത്തിന് നേരത്തെ അനുമതി തേടിയിരുന്നെങ്കിലും അത് ലഭിച്ചിരുന്നില്ല. സംഭാൽ സംഘർഷത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. 24 ഡൽഹി. ഇതോടെ 24 റൗണ്ട് പൂർത്തിയാകുന്നു.